നമസ്കാരം. ഞാൻ ആർ തുളസീധരൻ പിള്ള, സീനിയർ ഓഡിറ്റ് ഓഫീസർ, റിട്ടയർഡ് ഫ്രം ഏജീസ് ഓഫീസ്. നമ്മുടെ യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പരീക്ഷ കാലമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു പുതിയ വീഡിയോ ഇന്ന് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അത് 2021 നടത്തിയ PSC ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസാണ്. പക്ഷേ പരീക്ഷ നടന്നത് 2022 അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റും ചേർന്ന് ഉള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 45 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഈ വീഡിയോയിലൂടെ സമർപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റെല്ലാ വീഡിയോസും കാണുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂം ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ ആ ചാനലിൽ പോവുക. വളരെ ഓഥൻറ്റിക് ആയിട്ടുള്ള വിവരങ്ങളാണ്, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള റൂൾസാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇത് നോക്കിയിട്ട് നന്നായിട്ട് പരീക്ഷ എഴുതാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും സാധിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ ബെൽ ബട്ടൺ കൂടി അമർത്തിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് നേരിട്ട് കടക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സും ചേർന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണിത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഒന്ന് പരിശോധിക്കാം. അതിൻ്റെ അതോറിറ്റിയും ഞാനിവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വെരിഫൈ ചെയ്യാനും അല്ലെങ്കിൽ പിന്നെ ഔദ്യോഗിക കാര്യങ്ങൾക്കും അത് സഹായകരമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the accounts of the union and the state governments are prepared by, അതായത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അക്കൗണ്ട്സ് തയ്യാറാക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ആരിൽ നിക്ഷിപ്തമാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ദി കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൻ്റെ താഴെ വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്. അദ്ദേഹമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്. അതിൻ്റെ അതോറിറ്റി പാരാ 2 ടൺ ഓഫ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്ന പുസ്തകത്തിലാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത് ടു വിച്ച് ഓഫീസ് ദ ട്രഷറീസ് സബ്മിറ്റ് ദി അക്കൗണ്ട്സ് സപ്പോർട്ടഡ് ബൈ ദ റെക്വിസിറ്റ് ഷെഡ്യൂൾസ്, വൗച്ചേഴ്സ് എക്സെട്ര ഇൻ റെസ്പെക്ട് ഓഫ് ദി ട്രാൻസാക്ഷൻസ് വിച്ച് ടുക്ക് പ്ലേസ് ഇൻ ദി ട്രഷറി ഡ്യൂറിങ് ദ പ്രീവിയസ് മന്ത്. അതായത് സ്റ്റേറ്റിൻ്റെ ഓരോ സ്റ്റേറ്റും അവരുടെ എല്ലാ ട്രാൻസാക്ഷൻസും നടത്തുന്നത് ഏത് ട്രഷറിയുടെ ജൂറിസ്ഡിക്ഷനിലാണോ ആ പർട്ടിക്കുലർ ഓഫീസ് വരുന്നത്, ആ ട്രഷറിയായിട്ടാണ് അവരുടെ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അപ്പോൾ ഓരോ മാസവും കഴിയുമ്പോഴും അതാത് ഓഫീസിൻ്റെ അക്കൗണ്ട്സ് തയ്യാറാക്കി ആർക്കാണ് ഇത് അയച്ചു കൊടുക്കുന്നതെന്നാണ്. എന്തൊക്കെ ചേർത്തിട്ടാണ് സപ്പോർട്ടഡ് ബൈ അതിൻ്റെ പേയ്മെൻറ്റിന് അല്ലെങ്കിൽ അതിന് ആസ്പദമായിട്ടുള്ള ഷെഡ്യൂൾസ്, വൗച്ചേഴ്സ്, ഓരോ ട്രാൻസാക്ഷൻ്റെ വിച്ച് ടുക്ക് പ്ലേസ് ഇൻ ദ ട്രഷറി ഡ്യൂറിങ് ദ പ്രീവിയസ് മന്ത്, കഴിഞ്ഞ മാസം നടന്ന എല്ലാ വിവരങ്ങളും അടുത്ത മാസം 5-ാം തീയതിക്ക് മുമ്പ് ഏത് അതോറിറ്റിക്കാണ് അയച്ചു കൊടുക്കുന്നതെന്നാണ് അക്കൗണ്ട്സ് ഡീറ്റെയിൽസ്. അതിൻ്റെ ഉത്തരം ടു ദി അക്കൗണ്ടൻറ്റ് ജനറൽ. അക്കൗണ്ടൻറ്റ് ജനറൽ നിങ്ങൾക്കറിയാം, അക്കൗണ്ടൻറ്റ് ജനറൽ AND ആണ്. അപ്പോൾ ഓഡിറ്റും ഉണ്ട്, AND ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അതോറിറ്റി ആർട്ടിക്കിൾ 15D ഓഫ് കേരള അക്കൗണ്ട് കോഡാണ്. അടുത്തത്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലോ ഈസ് എ ഡാഷ് ഫങ്ഷൻ. അതായത് ഒരു ലോ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്ത് ഫങ്ഷനാണ്? ഇറ്റ് ഈസ് എ ജുഡീഷ്യൽ പ്രോസസ്സ്. ഇപ്പോൾ ജുഡീഷ്യൽ ഫങ്ഷനാണ്. അത് പാരാ 1919 ഓഫ് ദി ഇൻട്രൊഡക്ഷനിലാണ് പറയുന്നത്. ഹൂ പ്രിസ്ക്രൈബ്സ് ദ ഫോം ഓഫ് ആനുവൽ ഫൈനാൻസ് അക്കൗണ്ട്സ് ഓഫ് ദ സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റിൻ്റെ ആനുവൽ ഫൈനാൻസ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റ് എന്ത് ഫോമിലായിരിക്കണം എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്ന അതോറിറ്റി ആരാണ്? കാരണം എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും യൂണിയൻ ഗവൺമെൻറ്റും ആ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ വേണം, അല്ലാതെ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോർമാറ്റിലല്ല
ഈ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലായിരിക്കണം ആനുവൽ ഫൈനാൻസ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് നിശ്ചയിക്കുന്ന ആരാണെന്നാണ് അതിൻ്റെ ആൻസർ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ വിത്ത് ദി അപ്രൂവൽ ഓഫ് ദി പ്രസിഡൻറ്റ്. അപ്പോൾ എത്ര ഉത്തരവാദിത്തമുള്ളൊരു കാര്യം നോക്കണം. പ്രസിഡൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഓർ CNDG ഈസ് പ്രിസ്ക്രൈബിംഗ് ദി ഫോർമാറ്റ്. Then question number 5. Public money received by the state government is credited to which account? അതായത് ഗവൺമെൻറ് സ്വീകരിക്കുന്ന പബ്ലിക് മണി ഏത് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം പബ്ലിക് അക്കൗണ്ട് ഓഫ് ദി സ്റ്റേറ്റ്. ദാറ്റ് ഈസ് ആസ് പെർ ആർട്ടിക്കിൾ 24 ഓഫ് കേരള അക്കൗണ്ട് കോഡ്. ദെൻ 6. General banking business of a state government is generally carried and transacted by which bank? അതായത് ബാങ്കിങ് ബിസിനസ്സും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബാങ്കിങ് ബിസിനസ് നടത്തുന്നത് പ്രധാനമായിട്ട് ഏത് ബാങ്കുമായിട്ടാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 9 ഓഫ് കേരള അക്കൗണ്ട് കോഡ്. Then question 7. What is the separate account maintained by departmental commercial undertakings to ascertain the financial results of such undertakings in addition to regular accounts is shown as? അതായത് ചില കൊമേഴ്ഷ്യൽ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് അവരൊരു ക്വാസി കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ വാട്ടർ ട്രാൻസ്പോർട്ട് അതൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അതൊരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ സാധാരണ ഗവൺമെൻറ് അക്കൗണ്ട്സ് തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ അത് ഫങ്ഷൻ ചെയ്യുന്ന എങ്ങനെ ലാഭകരമാണോ അല്ലെങ്കിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ റിസൾട്ട് എന്താണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അവർ അതോടൊപ്പം തന്നെ ഒരു അക്കൗണ്ട് കൂടി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അത് കൊമേഴ്ഷ്യൽ നേച്ചറിലുള്ള ഒരു അക്കൗണ്ട് കൂടി തയ്യാറാക്കണം. ആ അക്കൗണ്ടിനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഇറ്റ് ഈസ് പ്രോഫോമ അക്കൗണ്ട്സ്. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 19 ഓഫ് KAC. KAC മീൻസ് കേരള അക്കൗണ്ട് കോഡ്. അപ്പോൾ ഒരു പ്രോഫോമ അക്കൗണ്ട്സ് കൂടെ ഉണ്ടാക്കണം പാരലായിട്ട്. അത് നോക്കിയാൽ നമുക്കറിയാം അവരുടെ റെസീറ്റ് എത്രയാണ്, എക്സ്പെൻഡിച്ചർ എത്രയാണ്, ആ സ്ഥാപനം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ നടക്കുന്നതെന്നൊക്കെ ഗവൺമെൻറ്റിന് വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8. ചാർജസ് ഫോർ ഇൻ്റർമീഡിയറ്റ് മെയിൻ്റനൻസ് ഓഫ് എ വർക്ക് നോട്ട് അറ്റ് ഓപ്പൺഡ് ഫോർ സർവീസ് ഷാൽ ബി ട്രീറ്റഡ് ആസ്. ഒരു ചാർജസ് ഫോർ ഇൻ്റർമീഡിയറ്റ് മെയിൻ്റനൻസ് ഓഫ് ഏതെങ്കിലും ഒരു വർക്കിന് ഇടയ്ക്ക് വെച്ചൊരു മെയിൻ്റനൻസ് ചെയ്യുകയാണ്. ബട്ട് ദ വർക്ക് ഈസ് നോട്ട് കമ്മീഷൻഡ്. ആ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തിട്ടില്ല, വർക്ക് തീർന്നെങ്കിലും ഇടയ്ക്ക് അതിനൊരു മെയിൻ്റനൻസ് വേണ്ടി വന്നാൽ ആ ചാർജ് ഏതിലാണ് ഡെബിറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. മെയിൻ്റനൻസും റിപ്പയേഴ്സും ഒക്കെ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു പ്രോജക്റ്റ് തീരുന്നതിന് മുമ്പ് അതിനെന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് കൂടെയൊക്കെ വേണ്ടി വരികയാണ് എങ്കിൽ ആ എക്സ്പെൻഡിച്ചറും അതിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ അതിൻ്റെ മൂലധന ചെലവായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ ആർട്ടിക്കിൾ 30A(5) ഓഫ് KAC. ദെൻ വാഷിംഗ് അലവൻസ് ടു ക്ലാസ് 4 എംപ്ലോയീസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ വിച്ച് ഹെഡ്? സാലറി. ഇത് നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 31(3) ഓഫ് KAC. ക്വസ്റ്റ്യൻ നമ്പർ 10. ഹൂ ഈസ് ദ ഹെഡ് ഓഫ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് IAND? അതായത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ ആരാണ്? അതിൻ്റെ ആൻസർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CNDG. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ പലവട്ടം ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. ദി ഓഡിറ്റ് റിപ്പോർട്ട്സ് ഓഫ് ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആർ സബ്മിറ്റഡ് ടു ദി ഡാഷ് ഓഫ് ദി സ്റ്റേറ്റ്. അതായത് CNDG പ്രിപ്പയർ ചെയ്യുന്ന CNDG's റിപ്പോർട്ട്, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ട് ആർക്കാണ് സബ്മിറ്റ് ചെയ്യാറുള്ളത് എന്ന ചോദ്യം. അതിൻ്റെ ആൻസർ ഗവർണർ എന്നാണ്. ദാറ്റ് ഈസ് പാര 33(3) ഓഫ് ദി ഇൻട്രൊഡക്ഷൻ. ദെൻ ക്വസ്റ്റ്യൻ 12. ഹൂ ഇഷ്യൂസ് 1 rupee നോട്ട്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ 1 rupee നോട്ട് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി ആരാണെന്നാണ്. അതിൻ്റെ ആൻസർ തെറ്റരുത്, ഇറ്റ് ഈസ് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. ദാറ്റ് ഈസ് പാര 4(2) ഓഫ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. Question 13. Which is the mostly used medium through which the transfer of funds between treasuries and sub-treasuries and branches of agencies of Reserve Bank is effected? അതായത് റിസർവ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന റിസർവ് ബാങ്കിലും പിന്നെ ട്രഷറി, സബ് ട്രഷറി ഇതിലൂടെയൊക്കെയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസൊക്കെ നടത്തുന്ന മീഡിയം ഏതാണ്?
അതിനെയാണ് നമ്മൾ കറൻസി ചെസ്റ്റ് എന്ന് പറയുന്നത്. ട്രഷറിയിൽ കറൻസി ചെസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കറൻസി ചെസ്റ്റ് വഴിയാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് നോൺ ബാങ്കിങ് ട്രഷറീസ് ആൻഡ് സബ് ട്രഷറീസ്. ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്, എങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. ദെൻ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. വാട്ട് ഈസ് ദി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെൻറ് അക്കൗണ്ടിങ് ഇൻ മെജോറിറ്റി ഇൻസ്റ്റൻസ്? അതായത് ഗവൺമെൻറ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാന രീതി എന്താണ്? ഏത് രീതിയിലാണ് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട്സ്? അത് ക്യാഷ് ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ അതിനെ സിംഗിൾ എൻട്രി സിസ്റ്റം എന്നും വിളിക്കും. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. അതേസമയം കൊമേഴ്സ്യൽ അണ്ടർടേക്കിങ്സിൻ്റെ ആണെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ഇതും പലവട്ടം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ ആർട്ടിക്കിൾ ഡാഷ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് that the Comptroller and Auditor General of India shall be appointed by the President by warranty under his hand and seal, and shall only be removed from service in like manner and on the like ground as the Judge of the Supreme Court. അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്, ഏത് വിധമാണ് എന്നാണ് ചോദ്യം. അത് ആർട്ടിക്കിൾ 148 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു CNAG റിമൂവ് ചെയ്യണമെങ്കിലും പിന്നെ സുപ്രീം കോർട്ട് ജഡ്ജിനെ എങ്ങനെയാണോ റിമൂവ് ചെയ്യുന്നത് അതേ പ്രൊസീജിയർ ഫോളോ ചെയ്ത് വേണം റിമൂവ് ചെയ്യാൻ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി ഗവൺമെൻറ് അക്കൗണ്ട്സ് ഈസ് ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു സസ്പെൻസ് റെക്കോർഡഡ്? അതായത് ഫൈനൽ അക്കൗണ്ട്സും സസ്പെൻസ് ഹെഡ്സ് എന്നൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ സസ്പെൻസ് ഹെഡ്സ് എന്ന് പറയുന്നത് ഏത് പാർട്ടാണ്? 3 പാർട്ടാണുള്ളത്: കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്സ്. അതിൽ സസ്പെൻസ് ഹെഡ്സ് എന്ന് പറയുന്നത് ഏത് പാർട്ടിൽ വരുന്നതാണെന്ന ക്വസ്റ്റ്യൻ. പാർട്ട് 3 പബ്ലിക് അക്കൗണ്ട്സ്. പാർട്ട് 3 പബ്ലിക് അക്കൗണ്ട്സിൽ വരുന്ന എല്ലാ ഹെഡ്സിനെയും നമുക്ക് ജനറലി സസ്പെൻസ് ഹെഡ്സ് ഓർ ട്രാൻസിറ്ററി ഹെഡ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്ന് പറഞ്ഞാൽ നൈമിഷികമാണ് എന്നർത്ഥം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17. വെൻ ഈസ് എക്സ്പെൻഡിച്ചർ ഓൺ എ ടെമ്പററി അസറ്റ് ക്ലാസിഫൈഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? അതായത് ഒരു ടെമ്പററി അസറ്റ്, ഒരു താൽക്കാലികമായ ഒരു മൂലധനം ഉണ്ടാക്കുന്നത് അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി മാറുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതപ്പെടുന്ന സന്ദർഭം ഏതാണെന്നാണ്. ആൻഡ് ആൻസർ: വെൻ ഓതറൈസ്ഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓൺ ദി അഡ്വൈസ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അതായത് ഒരു റവന്യൂ ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഏതെങ്കിലും ഒരു എക്സ്പെൻഡിച്ചറിനെ ഇതിനെ റവന്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നോ ഇതിനെ ക്യാപിറ്റലായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നോ ആത്യന്തികമായി തീരുമാനം എടുക്കാനുള്ള അവകാശം ഗവൺമെൻറ്റിനാണ്, എക്സിക്യൂട്ടീവിനാണ്. അപ്പോൾ ഇവിടെ ഹൗ ഈസ് ദി അസറ്റ് എക്സ്പെൻഡ് ചെയ്ത അതിൻ്റെ ആൻസർ: വെൻ ഓതറൈസ്ഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓൺ ദി അഡ്വൈസ് ഓഫ് ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. പ്രസിഡൻ്റാണ് നിശ്ചയിക്കുന്നത്. CNAGയുടെ അഡ്വൈസിൻ്റെ ബേസിസിലാണ് അങ്ങനെയൊരു അസറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നതെന്നർത്ഥം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18. ഹൗ ഈസ് ദി എക്സ്പെൻഡിച്ചർ കോസ്ഡ് ബൈ നാച്ചുറൽ കലാമിറ്റീസ് അക്കൗണ്ടഡ്? നാച്ചുറൽ കലാമിറ്റീസിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന തുക ഹൗ ഈസ് ഇറ്റ് ട്രീറ്റഡ്? അതിനെ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യപ്പെടുന്നതെന്നാണ്. ആൻഡ് ആൻസർ: ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓർ റവന്യൂ എക്സ്പെൻഡിച്ചർ ഓർ ഡിവൈഡഡ് ബിറ്റ്വീൻ ദം in such a way as may be determined by government according to the circumstances of each case. അപ്പോൾ നാച്ചുറൽ കലാമിറ്റീസിന് വേണ്ടി ചെലവഴിക്കുന്ന തുക ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണോ റവന്യൂ എക്സ്പെൻഡിച്ചറാണോ അത് രണ്ടും കൂടിയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് വീണ്ടും ഗവൺമെൻറ്റിൻ്റെ ആത്യന്തികമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നർത്ഥം. ദെൻ ഹൂ ക്യാരീസ് ഔട്ട് ദ ക്യാഷ് ബിസിനസ് ഓഫ് എ നോൺ ബാങ്കിങ് ട്രഷറി? നോൺ ബാങ്കിങ് ട്രഷറിയുടെ ക്യാഷ് ബിസിനസ്സുകൾ ആരാണ് നിർവഹിക്കുന്നത്? ആൻഡ് ആൻസർ: ട്രഷറി ഇറ്റ്സെൽഫ്. അറ്റ് ഈസ് പാര 11(2) ഓഫ് ഇൻട്രൊഡക്ഷൻ. ദെൻ നോ ചൈൽഡ് ബിലോ ദി ഏജ് ഓഫ് 14 years ഷാൽ ബി എംപ്ലോയിഡ് ടു വർക്ക്. ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ളി കറക്റ്റ്? അതായത് വേല അനുവദനീയമാണോ എന്നാണ് അർത്ഥം. നമുക്കറിയാം ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 14 ആണ്. ഈസ് റെസ്ട്രിക്റ്റഡ് ഇൻ എനി ഫാക്ടറി ഓർ മൈൻ ഓർ എൻഗേജ്ഡ് ഇൻ എനി അതർ ഹസാഡസ് എംപ്ലോയ്മെൻറ്റ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ 14 വയസ്സ് താഴ്ന്ന കുട്ടികളെ ജോലിക്ക് വേണ്ടി നിർത്താൻ പാടില്ല എന്നർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 21. വിച്ച് ആക്ട്സ് ആസ് എ മീഡിയം
ഫോർ ഇഫക്റ്റിംഗ് ദ മോണിറ്ററി സെറ്റിൽമെൻറ്റ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ്. അതായത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിക്കപ്പെടുന്നത് ഏത് മാധ്യമത്തിലും അല്ലെങ്കിൽ ഏത് മീഡിയത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ആൻസർ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ ഓഫ് നാഗപ്പൂർ ഓഫ് ദി RBI. RBIയുടെ CAS എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ ഓഫ് നാഗപ്പൂറാണ് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് വാച്ച് ചെയ്യുന്നതും സെറ്റിൽ ചെയ്യുന്നതും. ദെൻ ക്വസ്റ്റ്യൻ 22, പ്ലീസ് നെയിം ദ ഇൻറ്റിമേഷൻ സെൻറ്റ് ടു ദി ഗവൺമെൻറ് സർവൻറ്റ് കൺസേൺ and to the officer in charge of the treasury at which he draws his pay, specifying the amount which he may draw in accordance with the order of the government. അതായത് ഒരു ഗവൺമെൻറ് സർവൻറ്റിന് നൽകുന്ന ഒരു ഇൻറ്റിമേഷൻ, അത് തന്നെ അതിൻ്റെ ഒരു കോപ്പി തന്നെ ട്രഷറിക്കും കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അയാൾക്ക് പിന്നെ അർഹമായിട്ടുള്ള സാലറിയോ അല്ലെങ്കിൽ അർഹമായിട്ടുള്ള പേയ്മെൻറ്റോ അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ ഇൻറ്റിമേഷനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ചോദ്യം. അതിനെയാണ് നമ്മൾ പേ സ്ലിപ്പെന്നോ അല്ലെങ്കിൽ ലീവ് സാലറി സ്ലിപ്പെന്നോ വിളിക്കുന്നത്. ദാറ്റ് ഈസ് പാരാ 14(3) ഓഫ് ഇൻട്രൊഡക്ഷൻ. സെൻട്രൽ ഗവൺമെൻറ്റിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഗസറ്റഡ് ഓഫീസേഴ്സും പേ സ്ലിപ്പ് വഴിയാണ് അവരുടെ സാലറിയും ലീവ് സാലറിയൊക്കെ വാങ്ങുന്നതെന്ന് നിങ്ങൾക്കറിയാം. ക്വസ്റ്റ്യൻ 23, വെൻ ദ പെൻഷനർ ഡൈസ് ദ ഫാമിലി പെൻഷൻ ഈസ് പെയ്ഡ് ബൈ ദ ട്രഷറി ഓഫീസർ ആഫ്റ്റർ ഗെറ്റിംഗ് എ ഡാഷ് ടു ദി എലിജിബിൾ പേഴ്സൺ വിത്തൗട്ട് എനി റെഫറൻസ് ടു അക്കൗണ്ട്സ് ഓഫീസ്. അതായത് ഒരു പെൻഷനർ മരിക്കുകയാണെങ്കിൽ, പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിക്ക് മറ്റൊരു അക്കൗണ്ട്സ് ഓഫീസുമായിട്ടൊരു റെഫറൻസ് ഇല്ലാതെ തന്നെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ബേസിസിൽ അടുത്ത അനന്തരാവകാശിക്ക് പെൻഷൻ അല്ലെങ്കിൽ ഫാമിലി പെൻഷന് നൽകാനുള്ള അതോറിറ്റി ട്രഷറി ഓഫീസർക്കാണ്. ദെൻ ദ ഫണ്ടമെൻ്റൽ ഓബ്ജക്റ്റ് ഓഫ് ഓഡിറ്റ് ഈസ് ടു സെക്യൂർ റിയൽ വാല്യൂ ഓഫ് ദി ഡാഷ്. അതായത് ഈ ഓഡിറ്റ് കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണ്? അതായത് ഈ നമ്മുടെ വരുമാനം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് എന്ന് പറയുന്ന ടാക്സ് പേയേഴ്സ് മണിയാണ്. പൗരന്മാർ നികുതി അടയ്ക്കുന്ന പണമാണ്. ആ നികുതി പണത്തിന് അതിൻ്റെ മൂല്യത്തിനനുസരിച്ചുള്ള പ്രവൃത്തികളാണ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു മെക്കാനിസമാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദി ഫണ്ടമെൻ്റൽ ഓബ്ജക്റ്റ് ഓഫ് ഓഡിറ്റ് ടു സെക്യൂർ റിയൽ വാല്യൂ ഓഫ് ദി ടാക്സ് പേയേഴ്സ് മണി എന്നർത്ഥം. പാരാ 15(5) ഓഫ് ദി ഇൻട്രൊഡക്ഷൻ. ദെൻ ക്വസ്റ്റ്യൻ 25, ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ ഷാൽ ബി വെസ്റ്റഡ് ഇൻ ദി ഡാഷ്. അതായത് യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് പവറിൽ ആരിൽ നിക്ഷിപ്തമാണ്? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് വിത്ത് ദ പ്രസിഡൻറ്റ്. പാരാ 3(7) ഓഫ് ഇൻട്രൊഡക്ഷൻ. ക്വസ്റ്റ്യൻ 26, all the transactions are monitored and audited, state whether true or false. ഗവൺമെൻറ്റിൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസും നിരീക്ഷിക്കുകയും അത് ഓഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ? ദ ആൻസർ ഈസ് ട്രൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27, ദി ഗവർണർ ഈസ് ഓതറൈസ്ഡ് ടു എനേബിൾ അഡ്വാൻസസ് ഫ്രം ദ ഡാഷ് for the purposes of meeting unforeseen expenditure pending authorization of expenditure by state legislature by law under Article 205 or 206 of the Constitution. അതായത് ഹൂ ഈസ് ഓതറൈസ്ഡ് ടു എനേബിൾ അഡ്വാൻസസ്? ആരാണ് ഈ പിന്നെ അഡ്വാൻസസ് കൊടുക്കാൻ? ഏതെങ്കിലും അൺഫോർസീൻ എക്സ്പെൻഡിച്ചർ, നമുക്ക് അപ്രതീക്ഷിതമായ ചിലവുകൾ വരുമ്പോൾ ഫണ്ട് ലഭ്യമാക്കാൻ അവകാശമുള്ള അതോറിറ്റി എന്ന് പറയുന്ന ഗവൺമെൻറ്റാണ്. അത് ഏത് ഫണ്ടിൽ നിന്നാണ് അദ്ദേഹം അത് ചെലവഴിക്കുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഇറ്റ് ഈസ് കണ്ടിൻജൻസി ഫണ്ട്. യു നോ ദാറ്റ് ഗവർണർ ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദി കണ്ടിൻജൻസി ഫണ്ട്. ആർട്ടിക്കിൾ 7A ഓഫ് കേരള അക്കൗണ്ട് കോഡ്. അത് കോൺസ്റ്റിറ്റ്യൂഷനിലും പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 267 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ കണ്ടിൻജൻസി ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ ഗവർണറാണ്. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് മീറ്റിംഗ് അൺഫോർസീൻ എക്സ്പെൻഡിച്ചർ അദ്ദേഹം ഫണ്ട് അവൈലബിൾ ആക്കും. പെൻഡിങ് ഓതറൈസേഷൻ ബൈ സ്റ്റേറ്റ്. എല്ലാ എക്സ്പെൻഡിച്ചറും നമ്മൾ ചെലവഴിക്കുന്നത് ലെജിസ്ലേച്ചറിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ്. പക്ഷേ അങ്ങനെ അംഗീകാരം കൊടുക്കാൻ പറ്റാതെ പോകുന്ന അപ്രതീക്ഷിതമായ ചെലവുകളെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പെർമനൻറ്റ് ഫിക്സഡ് സം ഈസ് പ്ലേസ്ഡ് അറ്റ് ദി ഡിസ്പോസൽ ഓഫ് ദി ഗവർണർ ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ദി കണ്ടിൻജൻസി ഫണ്ട്. നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിൻ്റാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 28, how are capital receipts related to capital head during the construction of a project accounted in general circumstances?
അതായത് ഒരു പ്രോജക്റ്റിൻ്റെ നിർമ്മാണം എന്ന് പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാപിറ്റൽ റെസീറ്റ് കിട്ടിയാൽ അതെങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യപ്പെടുക? അതൊരു റെസീറ്റ് അല്ല, നേരെ മറിച്ച് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ അത്രയും കുറവ് മതി ഇനി ഫണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളത് ട്രീറ്റ് ചെയ്യുന്നതെന്ന് അർത്ഥം. അത് വളരെ പ്രധാനമാണ്. സോ ദാറ്റ് ഈസ് സെഡ് ഇൻ പാരാ 712(e) of the introduction. The audit in relation to regularity of expenditure involves interpretation of the Constitution, statutes, rules and orders with reference to the case law of previous decisions and precedents. This nature of such work can be classified as. അതായത് ഓഡിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പലതരം ഓഡിറ്റ് ഉണ്ട്. റെഗുലാരിറ്റി ഓഡിറ്റ് ഉണ്ട്, ദെൻ പ്രൊപ്രൈറ്റി ഓഡിറ്റ് ഉണ്ട്. അതിൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന റെഗുലാരിറ്റി ഓഡിറ്റാണ്. അത് റെഗുലാരിറ്റി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിയമങ്ങളും ചട്ടങ്ങളും പരിപാലിച്ച് തന്നെയാണ് ഈ പ്രോജക്റ്റിൻ്റെ നിർമ്മാണം അല്ലെങ്കിൽ ഏതെങ്കിലും ചെലവുകൾ നിർവഹിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അതിനെയാണ് നമ്മൾ റെഗുലാരിറ്റി ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിയമം അനുശാസിക്കുന്നത് ആ രീതിയിലാണ് ഓഡിറ്റ് നടന്നതെന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഓഡിറ്റിൽ പരിശോധിക്കുന്നത്. സച്ച് ഓഡിറ്റ് ഈസ് നോൺ ആസ് റെഗുലാരിറ്റി ഓഡിറ്റ്. ദെൻ and rules and case of previous law, and the nature of such work can be classified as quasi judicial. ഇത് ഒരു ക്വാസി ജുഡീഷ്യൽ പ്രോസസ്സ് കൂടിയാണ് ഈ റെഗുലാരിറ്റി ഓഡിറ്റ് എന്ന് പറയുന്നത്. നിയമപരമായ വശം പരിശോധിക്കുന്നു എന്നർത്ഥം. Then that is para 16(3) of the introduction. Then question 30, all rules and standing orders of a financial character issued by state government or by authorities subordinate to state governments are scrutinized finally by. അതായത് സാമ്പത്തിക കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഏത് ഓർഡറും അല്ലെങ്കിൽ ചട്ടങ്ങളുമൊക്കെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുമ്പോഴും അതൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന അതോറിറ്റി ആരാണ്? അതിൻ്റെ ആൻസർ അക്കൗണ്ടൻറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ് കൺസേൺ. ഇപ്പോൾ നിങ്ങൾ ഏത് ജിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് ഇൻവോൾവ് ആണെങ്കിൽ എ കോപ്പി ടു ദി അക്കൗണ്ടൻറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദി അക്കൗണ്ടൻറ്റ് ജനറൽ ഹാസ് ടു സ്ക്രൂട്ടനൈസ് ദ ഫൈനാൻഷ്യൽ ആസ്പെക്റ്റ് ഓഫ് ദി പ്രോസസ്. അതിനെയാണ് നമ്മൾ അതിൻ്റെ അതോറിറ്റിയാണ് അക്കൗണ്ടൻറ്റ് ജനറൽ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 31. ഈവൻ ദോ the accounts themselves may be in order and no obvious irregularity has occurred, audit may bring to light those matters which in its judgment appears to involve improper expenditure or waste of public money or stores. What is such audit called? അതായത് നിയമപരമായി ഇപ്പോൾ നമ്മൾ റെഗുലാരിറ്റി ഓഡിറ്റിനെ കുറിച്ച് പറഞ്ഞു. എല്ലാ നിയമത്തിനും വിധേയമായിട്ടാണ് ചെലവ് നടത്തിയിരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. പക്ഷേ എങ്കിൽ പോലും അതിനെ മറ്റൊരു രീതിയിലും ആ എക്സ്പെൻഡിച്ചറിനെ ഓഡിറ്റ് വീക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പ്രൊപ്രൈറ്റി ആംഗിളിൽ അതിൻ്റെ സാങ്കത്യം എന്താണ്? ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് റൂമിൽ 30 കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഒരു 40 കമ്പ്യൂട്ടർ വാങ്ങി അത് ടെൻഡർ ചെയ്തും നിയമവിധേയമായിട്ടുമൊക്കെയാണ് വാങ്ങിയെന്നിരിക്കട്ടെ. പക്ഷേ എങ്കിൽ പോലും 30 കുട്ടികൾക്ക് എന്തിനാണ് 40 കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അവിടെ റേസ് ചെയ്യും. അത് പ്രൊപ്രൈറ്റി ആംഗിളിലാണ് ആ എക്സസൈസ് വാങ്ങിയതിനെ നമ്മൾ ഓഡിറ്റിൽ ഒബ്ജക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊപ്രൈറ്റി ഓഡിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സാങ്കത്യം കൂടി പരിശോധിക്കപ്പെടുന്നുണ്ടെന്നർത്ഥം. ദെൻ ക്വസ്റ്റ്യൻ 32, ഈച്ച് സർവീസ് ബുക്ക് ഈസ് ടു ബി വെരിഫൈഡ് ഓൺസ് ഇൻ -years. സർവീസ് ബുക്കുകളെല്ലാം ഇൻകംബൻസ് 4 വർഷത്തിലൊരിക്കൽ സ്വയം അത് വെരിഫൈ ചെയ്യേണ്ടതാണ്. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ പാരാ 18(9) ഓഫ് ദി ഇൻട്രൊഡക്ഷൻ. Question 33, the inspection report is completed by the inspecting officer before the audit and the office inspected is closed and it is not signed until. അതായത് ഒരു ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഓഡിറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് തയ്യാറാക്കുന്നുണ്ട്. ആൻഡ് ബൈ ദി ഇൻസ്പെക്ടിങ് ഓഫീസറാണ് തയ്യാറാക്കുന്നത് ബിഫോർ ദി ഓഡിറ്റ് ഓഫ് ദി ഓഫീസ് ഇൻസ്പെക്ടർ ആൻഡ് ഈസ് ക്ലോസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സൈൻഡ് അൺടിൽ. അതേസമയം ആ തയ്യാറാക്കിയ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് സൈൻ ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. റിപ്പോർട്ടൊക്കെ തയ്യാറാക്കും, ഓഡിറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് തയ്യാറാക്കും, പക്ഷേ അത് സൈൻ ചെയ്യുന്നത് മോമെൻ്റ് ഏതാണ്? ആൻഡ് ആൻസർ, ദ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദി ഓഫീസ് ഹാസ് ബീൻ ഗിവൺ
the opportunity for reading and discussing it and giving suggestion. അതായത് ആ കൺസേൺഡ് ഹെഡ് ഓഫ് ഓഫീസിന് ആ തയ്യാറാക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് അദ്ദേഹത്തിന് സമർപ്പിക്കുകയും അത് അദ്ദേഹം നല്ലതുപോലെ വായിച്ച് നോക്കി അദ്ദേഹത്തിന് അതിന്മേൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ അതുകൂടി വാങ്ങിയിട്ട് വേണം ആ ഓഡിറ്റ് റിപ്പോർട്ട് മോഡിഫൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്തിട്ട് ഇൻസ്പെക്ടിംഗ് ഓഫീസർ സൈൻ ചെയ്യാൻ എന്നർത്ഥം. ആൻഡ് ദാറ്റ് ഈസ് സെഡ് ഇൻ പാര 1826 of the introduction. Then the officer in charge of the office has been given the opportunity for reading and discussing it and giving suggestion. Then question 34, what is the initial process in the payment of money from government accounts? അതായത് ഗവൺമെൻറ് അക്കൗണ്ട്സിൽ നിന്ന് പണം ഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം സ്വീകരിക്കേണ്ട നടപടി എന്താണ്? അതിൻ്റെ ആൻസർ സബ്മിഷൻ ഓഫ് എ ക്ലെയിം. ദാറ്റ് ഈസ് പാര 21 of introduction. Then question 35, who issues bank notes in India? ഇന്ത്യയിൽ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് ബാങ്ക് നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി ആരാണെന്നാണ് ആൻസർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ചാപ്റ്റർ 4 of introduction. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 36. The responsibility for watching the progress of expenditure against a grant or appropriation devolves on the dash, and the executive is ultimately responsible for keeping the expenditure within the grant or appropriation. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാ എക്സ്പെൻഡിച്ചറും ഇൻകർ ചെയ്യുന്നത് ബഡ്ജറ്ററി പ്രൊവിഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ബഡ്ജറ്റിൽ എത്രയാണോ തുക അപ്രോപ്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഗ്രാൻഡ് എന്നും പറയും ഓർ അപ്രോപ്രിയേഷൻ എന്നും പറയും, ആ തുക എക്സീഡ് ചെയ്ത് ഒരിക്കലും ചെലവഴിക്കാൻ ഒരു എക്സിക്യൂട്ടീവിന് അധികാരമില്ല. ഇതൊക്കെ നമ്മൾ ബഡ്ജറ്റ് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ റെസ്പോൺസിബിലിറ്റി ഫോർ വാച്ചിങ് ദ പ്രോഗ്രസ് ഓഫ് എക്സ്പെൻഡിച്ചർ അഗൻസ്റ്റ് എ ഗ്രാൻഡ് ഓർ അപ്രോപ്രിയേഷൻ. ഏതെങ്കിലും ഒരു പദ്ധതി നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ചെലവ് നിർവഹിക്കുമ്പോൾ ബഡ്ജറ്റിൽ എത്രയാണോ പ്രൊവിഷൻ വെച്ചിരിക്കുന്നത് അതിനെ എക്സീഡ് ചെയ്യുന്നുണ്ടോ എന്ന് വളരെ കൃത്യമായി വാച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആരിലാണ്? ഇറ്റ് ഡിവോൾവ്സ് ഓൺ ദി എക്സിക്യൂട്ടീവ്. അതാണ് എൻ്റെ ആൻസർ. ആൻഡ് ദി എക്സിക്യൂട്ടീവ് ഈസ് അൾട്ടിമേറ്റ്ലി റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് ദി എക്സ്പെൻഡിച്ചർ വിത്തിൻ ദ ഗ്രാൻഡ് ഓർ അപ്രോപ്രിയേഷൻ. ആ തുകയ്ക്കുള്ളിൽ നിർത്തി വേണം ആ ചെലവ് ചെയ്യാൻ. ഇത് പാര 2013 of introduction. Question 37, who is responsible for the selection of subheads of a grant or appropriation which are fixed as units of appropriation? അതായത് നമ്മൾ ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പറഞ്ഞു ഇല്ലേ, ഹൂ ഈസ് സെലക്ഷൻ ഓഫ് സബ് ഹെഡ് സെലക്ട് ചെയ്യുക. ഒരു ഗ്രാൻറ്റിൻ്റെയോ അപ്രോപ്രിയേഷൻ്റെയോ സബ് ഹെഡ് സെലക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി വിച്ച് ആർ ഫിക്സ്ഡ് ആസ് യൂണിറ്റ്സ് ഓഫ് അപ്രോപ്രിയേഷൻ. ആ റെസ്പോൺസിബിലിറ്റി ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ സെലക്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അത് പാര 324, പാര 26 of introduction. Then 38, is it permissible to make appropriation for one grant or appropriation to another grant or appropriation? അതായത് ഒരു ഗ്രാൻഡ് അല്ലെങ്കിൽ ഒരു അപ്രോപ്രിയേഷൻ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടൊരു ഫണ്ട് ബഡ്ജറ്റിൽ പ്രൊവൈഡ് ചെയ്താൽ മറ്റൊരു അപ്രോപ്രിയേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു വകുപ്പിൻ്റെ ചെലവിന് വേണ്ടിയിട്ട് ഇത് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പാടുണ്ടോ? അപ്രോപ്രിയേഷൻ ഈസ് നോട്ട് പോസിബിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് റെഗുലർ അല്ല. സോ ദി ആൻസർ ഈസ് നോ. പാര 324 നോട്ട് അണ്ടർ പാര 2017 of introduction. Then question number 39, what are the main points in fraud investigation? ഏതെങ്കിലും ഒരു ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഒരു ഓഫീസിൽ സംഭവിച്ചാൽ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ആർ ദ മെയിൻ പോയിൻറ്റ്സ്? നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെ പോയിൻറ്റ്സാണ് ഒരു ഫ്രോഡ് നടന്നു എന്നറിഞ്ഞാൽ? എക്സർസൈസ് ഓഫ് ഓർഡിനറി കോമൺ സെൻസ്, ഒരു സാധാരണ യുക്തിക്ക് നിരക്കത്തക്ക രീതിയിലുള്ള പ്രവൃത്തി ചെയ്യണം. ആൻഡ് ദി ആപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് റൂൾസ്, ഈ നിലവിലുള്ള നിയമങ്ങൾ അതിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് പാര 2030 of introduction. Then question 40, the monthly accounts of interstate suspense are prepared and dispatched to the accountant general of the state concerned. What are such monthly accounts called? അതായത് ഒരു ഇൻ്റർസ്റ്റേറ്റ് സസ്പെൻസ് അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് ഗവൺമെൻറ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ. അപ്പോൾ അതിൽ വാട്ട് ആർ സച്ച് മന്ത്ലി അക്കൗണ്ട്, അങ്ങനെ സെറ്റിൽ ചെയ്യുന്ന രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ സെറ്റിൽ ചെയ്യുന്ന
അക്കൗണ്ട്സിനെ നമ്മൾ എന്ത് വിളിക്കും? ആൻഡ് ആൻസർ സെറ്റിൽമെൻറ്റ് അക്കൗണ്ട്സ്, ആർട്ടിക്കിൾ 16 ഓഫ് കേരള അക്കൗണ്ട് കോഡ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 41. ദി ക്യാഷ് ബാലൻസ് ഓഫ് എ ഗവൺമെൻറ് comprises the balance in its accounts with the dash and the balances at treasuries and sub-treasuries, the cash business of which is not conducted by the bank. ഒരു ഗവൺമെൻറ്റിൻ്റെ ക്യാഷ് ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദ്യം. ആൻഡ് ആൻസർ ദി കംപ്രൈസസ് ദ ബാലൻസ് ഇൻ ഇറ്റ്സ് അക്കൗണ്ട്സ് വിത്ത് ദി റിസർവ് ബാങ്ക്. അതായത് ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും റിസർവ് ബാങ്കുമായിട്ട് അക്കൗണ്ട് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റിസർവ് ബാങ്കിലെ അക്കൗണ്ട്സ് ഉണ്ട്. ആൻഡ് ദ ബാലൻസസ് അറ്റ് ട്രഷറീസ് ആൻഡ് സബ് ട്രഷറീസ്. ട്രഷറികളിലും വിവിധ സബ് ട്രഷറികളിലും ഒക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബാലൻസ് എത്രയുണ്ട്, ഇതെല്ലാം കൂടെ ചേർന്നതിനെയാണ് നമ്മൾ ക്യാഷ് ബാലൻസ് ഓഫ് ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. പാര 9(4) ഓഫ് ഇൻട്രൊഡക്ഷൻ. ക്വസ്റ്റ്യൻ 42. ആസ് എ ജനറൽ റൂൾ, ട്രാൻസാക്ഷൻസ് ഇൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ഷുഡ് ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ. അതായത് ഗവൺമെൻറ് അക്കൗണ്ട്സ് ട്രാൻസാക്ഷൻസിൻ്റെ ഗവൺമെൻറ് അക്കൗണ്ട്സിൻ്റെ ട്രാൻസാക്ഷൻസ് ഷുഡ് ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ. എന്തിനെ ആധാരമാക്കിയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നിശ്ചയിക്കുന്നതെന്നാണ്. ഏത് ഹെഡാണെന്നൊക്കെ നിശ്ചയിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആൻഡ് ആൻസർ ഓബ്ജക്റ്റ് ഓഫ് ദി റവന്യൂ ഓർ എക്സ്പെൻഡിച്ചർ. റവന്യൂവിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ ഓബ്ജക്റ്റ് എന്താണ്, എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് ആ ചെലവ് ചെയ്യുന്നതിനെ ആധാരമാക്കിയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെഡ് ഓഫ് അക്കൗണ്ട് നിശ്ചയിക്കുന്നത്. ദെൻ ഹൗ ക്യാൻ ഫ്രോഡ് ബി പ്രിവെൻറ്റഡ് മോർ എഫിഷ്യൻ്റ്ലി. ഒരു ഫ്രോഡ് എങ്ങനെയാണ് നമുക്ക് തടയാൻ പറ്റുക എന്നാണ് ചോദ്യം. ആൻഡ് ആൻസർ പണിഷിങ് ദി ഡിഫോൾക്കേറ്റഡ് പേഴ്സൺ. ആ എമൗണ്ട് ഡിഫോൾക്കേറ്റ് ചെയ്ത ആളിനെ മാതൃകാപരമായി ശിക്ഷിക്കുക. ആൻഡ് ദി ഒഫീഷ്യൽ ഹൂസ് നെഗ്ലിജൻസ് റെൻഡേഡ് ദ ഫ്രോഡ് പോസിബിൾ. അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ വീഴ്ച കൊണ്ട് അല്ലെങ്കിൽ അയാൾ കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ് ഇത് സാധ്യമായെന്ന് തോന്നിയാൽ അയാളെയും. അപ്പോൾ ഇവരെയെല്ലാം മാതൃകാപരമായി ശിക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ഇതുപോലുള്ള ഗവൺമെൻറ് അക്കൗണ്ട്സിൻ്റെ ഫ്രോഡ് അല്ലെങ്കിൽ വെട്ടിപ്പ് തടയാൻ സാധിക്കൂ എന്നർത്ഥം. ദെൻ ദി ഓഡിറ്റ് ക്യാരിഡ് ഔട്ട് അറ്റ് ദി സൈറ്റ് ഓഫ് ദി ഓഫീസസ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ഗവൺമെൻറ്റ്സ് ഓർ അതോറിറ്റീസ് ഈസ് നോൺ ആസ്. അതായത് ഗവൺമെൻറ് ഓഫീസിൽ ഇരുന്ന് ഓഡിറ്റ് ചെയ്യുക, അവരുടെ ഓഫീസിൽ ചെന്ന് ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് പാര 1815 ഓഫ് ദി ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഏജീസ് ഓഫീസിലെ ഓഡിറ്റ് പാർട്ടികൾ ഓരോ ഓഫീസും വിസിറ്റ് ചെയ്ത് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓഫീസിൽ വന്ന് ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് ലോക്കൽ ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 45. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഈസ് എ 5-tier ക്ലാസിഫിക്കേഷൻ അണ്ടർ സെക്ടേഴ്സ്, മേജർ ഹെഡ്സ്, മൈനർ ഹെഡ്സ്, സബ് ഹെഡ്സ് ആൻഡ്. അതായത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിനെ 5-tier ക്ലാസിഫിക്കേഷനിലൂടെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട സെക്ടേഴ്സ്, മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് ഹെഡ് ആൻഡ് ഡീറ്റെയിൽഡ് ഹെഡ് എന്നാണ്. പക്ഷേ ശരിക്കും പുതിയ റൂൾ അനുസരിച്ച് ഇത് ശരിയായ ഒരു രീതിയല്ല. കാരണം കേരളത്തിലെ 6-tier ക്ലാസിഫിക്കേഷനാണ് ഇത്. ബുക്കിൽ ഇറ്റ്സ് ആൻ ഓൾഡ് ആൻഡ് ഒബ്സൊലേറ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. പക്ഷേ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാനത് അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇത് തിരുത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ് ഈസ് എ 6-tier ക്ലാസിഫിക്കേഷൻ. അതും വിശദമായി നമ്മൾ മറ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചതിൻ്റെ മാത്രം ആൻസറാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ശരിക്കും 6-tier ക്ലാസിഫിക്കേഷനാണ്. അതിൻ്റെ മേജർ ഹെഡ്, സബ് മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ്, ഓബ്ജക്റ്റ് ഹെഡ്, ഈ ഇങ്ങനെയുള്ള 6-tier ക്ലാസിഫിക്കേഷനാണ്. അതിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിൻ്റെയും കേരള അക്കൗണ്ട് കോഡിൻ്റെയും പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഇടുന്നുണ്ട്. നിങ്ങൾ അതുകൂടി നോക്കുക. ഇതൊക്കെ നമ്മൾ പല തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോയി നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ചെയ്ത്. കാരണം ഇതൊക്കെ പലവട്ടം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും പരീക്ഷ അടുത്തിരിക്കുന്നു. ആൻഡ് ഐ വിഷ് all of you great success and thank you for your valuable time. Thank you.